എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വെൽക്കം ടു മാളൂസ് ടൈലറിംഗ് ക്ലാസ് ഇൻ ഷാർജ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, നീഡിൽ പൊട്ടുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ, ജീൻസുമായുള്ള കട്ടിയുള്ള ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നില്ല, നീഡിൽ പൊട്ടിപ്പോകുന്നതാണ്, അല്ലെങ്കിൽ വെറുതെ നീഡിൽ പൊട്ടിപ്പോകുന്നു. അപ്പോൾ ഇന്ന് അതിനുള്ള സൊല്യൂഷനുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഓരോരോ ഡ്രസ്സിൻ്റെ ഫാബ്രിക്കിൻ്റെ ഓരോരോ ലെവലിന് ക്ലോത്തിനനുസരിച്ചിട്ടും നമുക്ക് ഓരോരോ നീഡിൽ സൈസസ് ഉണ്ട്. അപ്പോൾ ജീൻസിൻ്റെതായ നീഡിലുണ്ട് യൂസ് ചെയ്യുന്നതിന്, പിന്നെ അല്ലാണ്ട് സിൽക്കിന് വേറെ, സാറ്റിൻ മെറ്റീരിയൽസിന് വേറെ, കുറച്ച് കട്ടിയുള്ള ക്ലോത്തിന് വേറെ, ലെതറിന് അതിൽ കാണിക്കുന്നില്ല. എങ്ങനെയാണ് നീഡിൽ ഫിക്സ് ചെയ്യാമെന്ന് കാണിക്കുന്നുണ്ട്. സൈസ് ഓഫ് നമ്പർ, ഓരോരോ നീഡിൻ്റെ സൈസ് എങ്ങനെയാണെന്നുള്ളത് ഞാനതിൽ പറയുന്നുണ്ട്. പലർക്കും അറിയില്ല, എന്നോട് ചോദിക്കാറുണ്ട്. എനിക്ക് വരുന്ന മെസ്സേജസിൽ, ഫേസ്ബുക്കിൽ വരുന്ന മെസ്സേജസ് കൂടുതലും ഇങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നമ്പർ 14 ആണ്. ദി ഓർഗൻ നീഡിൽസ് കണ്ടില്ലേ, ഇതിങ്ങനെ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അത് നമ്പർ 14. ഓക്കെ, 14. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് കോട്ടൺ മെറ്റീരിയൽസ് നമുക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഷിഫോണും ചെയ്യാൻ പറ്റും. പിന്നെ വന്നിട്ട് അത്യാവശ്യം കട്ടിയുള്ള കോട്ടനും ചെയ്യാൻ പറ്റും. നോർമൽ നേരിയ കോട്ടനും കട്ടിയുള്ള കോട്ടനും ചെയ്യാൻ പറ്റും. ഞാനിതിൽ തന്നെയാണ് മാക്സിമം ഞാൻ ചെയ്യാറുള്ളത്. എനിക്ക് ഇതിന് മാക്സിമം വർക്കുകളൊക്കെ ഈ ഒരു നീഡിൽ തന്നെ ചെയ്യാറുള്ളൂ. എനിക്കൊരു നീഡിൽ വന്നിട്ട് 1 year ഒക്കെ പോകാറുണ്ട് സാധാരണ. ചിലർക്കൊക്കെ 1 മാസം തന്നെ പൊട്ടുന്നു എന്ന് പറയുന്നത് അത് വേറെ ഒന്നും കൊണ്ടില്ല, അവരത് മര്യാദയ്ക്ക് യൂസ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ്. അപ്പം നീഡിൽ എപ്പോഴും, ഇപ്പം സിൽക്ക് ക്ലോത്തിനൊക്കെ ആണെങ്കിൽ നീഡിൽ 11 എടുക്കണം. ഇപ്പം ഞാൻ കാണിച്ച സിൽക്ക് ക്ലോത്തിന്, സിൽക്ക് ടൈപ്പ്, അത് സിൽക്കാണ്, ആ ഓറഞ്ച് കളർ, അതിന് നീഡിൽ നമ്പർ 11. പിന്നെ സാറ്റിൻ ക്ലോത്തിനാണെങ്കിൽ നീഡിൽ നമ്പർ 11 or 12 എടുക്കാം. സാറ്റിൻ ക്ലോത്തിന് 14 എടുക്കരുത്. 14നെക്കാട്ടും ഞാൻ പ്രിഫർ ചെയ്യുന്നത് നീഡിൽ നമ്പർ 11 or 12 ആണ് സാറ്റിന്, അല്ലെങ്കിൽ ഒരു ചുരുക്കം വരാൻ ചാൻസ് ഉണ്ട്. ഇത് ജീൻസിനുള്ള നീഡിൽ 18. ജീൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ജീൻസിൽ നമുക്കിതിൽ ചെയ്യാം. നമ്പർ 8 ഒരുപാട് കട്ടിയുള്ളത് പറ്റില്ല. അത്യാവശ്യം ജീൻസ് ഞാനത് കട ഷോപ്പിൽ ചോദിച്ച് മേടിച്ചാണ്. ജീൻസൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ നീഡിൽ വേണം. അപ്പോൾ 18 ആണ്. 18 എന്ന് പറയുമ്പോൾ 18 അല്ല, കട്ടി ഉണ്ടാവും അതിൻ്റെ നീഡിലിൻ്റെ ഭാഗത്തിന്, കണ്ടില്ലേ. അപ്പോൾ ജീൻസിന് നമ്മൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കട്ടിയുള്ള ക്ലോത്തുകൾസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് 188ൻ്റെ നീഡിൽ. നമ്മൾ ഇതാണ്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാം എന്നൊക്കെ ഉണ്ട്. നിങ്ങൾക്കിത് വ്യത്യാസം നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് ജീൻസിൻ്റെ നീഡിലിൻ്റെ കട്ടിയും, ഇത് നോർമൽ നീഡിൽ നമ്പർ 14 ആണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. നോർമൽ നീഡിൽ നമ്പർ 14 തമ്മിൽ അതിൻ്റെ ആ തുമ്പുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്, പോയിൻറ്റുകൾ തമ്മിൽ. ഓക്കെ, അപ്പോൾ ചില സമയം നമ്മൾ ചില ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചുരുങ്ങി വരും. അത് ഒന്നില്ലെങ്കിൽ ടെൻഷൻ മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ നീഡിൽ ചില സമയം കുറേ യൂസ് ചെയ്താകുമ്പോഴും ചീത്തയാകുമ്പോഴും അങ്ങനെ വരാം. അപ്പോൾ നീഡിൽ മാറ്റിയിടുക, 14 എടുത്തിടുക. ഇപ്പോൾ 16 വന്നിട്ട് അത്യാവശ്യം കട്ടിയുള്ള ക്ലോത്തിന് യൂസ് ചെയ്യാം. ജീൻസ് അല്ല, നമ്മുടെ നോർമലി ഒരു സാധാരണ ഒരു പാൻറ്റൊക്കെ ആണെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് കണ്ടില്ലേ. ഇതിപ്പോൾ സ്കൂൾ യൂണിഫോമിൻ്റെ പാൻറ്റാണ്. അപ്പോൾ സ്കൂൾ യൂണിഫോം പാൻറ്റിന് വന്നിട്ട് നമ്പർ 16 എടുക്കാം. കാരണം അത് അത്യാവശ്യം കട്ടിയൊന്നുമില്ല. ജെൻസിൻ്റെ സാധാരണ ടൈപ്പുള്ള ഒരു പാൻറ്റിനൊക്കെ നമുക്ക് 16 എടുക്കാം. ഇത് എൻ്റെ ഒരു ഐഡിയയിൽ, എൻ്റെ ഇത്ര ഇതിലുള്ള എക്സ്പീരിയൻസിൽ വെച്ച് ഞാൻ ഈ പറയുന്നതാണ് ഇതെല്ലാം പറയണത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ജീൻസിൻ്റെ നീഡിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ ഇനി ഇതെങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് നോക്കാം. ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നീഡിൽ മാറ്റുക. നീഡിൽ എപ്പോഴും പ്രോപ്പറായിട്ടുണ്ടോ എന്ന് നോക്കണം. നമ്മൾ പലതവണ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നീഡിൽ ജസ്റ്റ് അതിന് ഇളകാൻ ചാൻസ് ഉണ്ട്. പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യുക, ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഞാൻ ഈ കാണിക്കുന്ന ആ ഒരു ബ്ലാക്ക് ഉണ്ടല്ലേ, അത് വന്നിട്ട് അതൊന്ന് മെല്ലൊന്ന് ടേൺ ചെയ്യുക. തിരിക്കുമ്പോൾ നമുക്കതങ്ങോട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റോണുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നീഡിൽ വളരെ കെയർഫുൾ ആയിരിക്കണം, പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിങ്ങനെ ടേൺ ചെയ്യുക, ഉണ്ടോ, ടേൺ ചെയ്യുമ്പോൾ നീഡിൽ പുറത്ത് വരും. സ്റ്റോൺ ക്ലോത്ത് യൂസ് ചെയ്യരുത്. ഇത് കണ്ടില്ലേ, ഇതിലിപ്പോൾ ഒരു നീഡിലിൽ നമ്മൾ ഒരു റൗണ്ട് ഷേപ്പ് കൊണ്ട്, പരന്ന ഷേപ്പ് കൊണ്ട് ഒരു നീഡിലിൻ്റെ ഭാഗത്തിന്. അപ്പോൾ അതിൽ റൗണ്ട് ഷേപ്പ് നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ, റൗണ്ട് ഭാഗം നമ്മളെ നിൽക്കുന്ന ആ സൈഡിൽ നിന്ന് രീതിയിലായിരിക്കണം നമ്മൾ വെക്കേണ്ടത്. എന്നിട്ട് തിരിച്ചങ്ങോട്ട് സ്ക്രൂ അങ്ങ് ഇതാക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സ്റ്റോണുമായുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ നീഡിൽ പൊട്ടിപ്പോൾ. പിന്നെ ഹെവി ആയിട്ടുള്ള സ്റ്റോണൊക്കെ വർക്കൊക്കെ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ മെഷീനാണ്.
ജാക്കിൻ്റെ ജൂക്കിയുടെ ഒക്കെ ഉണ്ട്. ഒരു 20,000 റുപ്പീസ് കൊടുത്താൽ നമുക്കത് കിട്ടും. അത് ഇൻഡസ്ട്രിയൽ ടൈപ്പുള്ള മെഷീൻ. അതിൽ നമുക്ക് അത്യാവശ്യം നല്ല കട്ടിയുള്ള സ്റ്റോൺ വർക്കുള്ള ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഒരു ഡൊമസ്റ്റിക് ടൈപ്പുള്ള മെഷീനിൽ ഇത് പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെയാണ് നമ്മളത് ഇത് മെയിൻറ്റെയിൻ ചെയ്യുക. മെയിനായിട്ട് എപ്പോഴും കറക്റ്റായിട്ട് വയ്ക്കുക. നമ്മുടെ നീഡിൽ പ്രോപ്പറാണെന്ന് നോക്കുക. നീഡിൽ കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ മാറ്റി പുതിയ നീഡിലിടുക. അങ്ങനെ കാര്യങ്ങൾ നമ്മുടെ ക്ലോത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞ നീഡിൽ അത്യാവശ്യമുള്ള മാറ്റുക. പിന്നെ സ്റ്റോൺ വർക്കൊക്കെ ചെയ്യരുത്. അപ്പോൾ നമുക്കതിപ്പോൾ നീഡിൽ പൊട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.